ഇടുക്കി പൂപ്പാറയിൽ അനധികൃതമായി കയ്യേറിയ ഭൂമി ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയതോടെ സ്ഥലത്ത് സംഘർഷം. വ്യാപാരികൾ നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിയാൻ 7 ദിവസം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, 7 ദിവസത്തെ ഒരു സാവകാശമാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ചോദിക്കുന്ന 7 ദിവസത്തെ സാവകാശമാണ്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കേണ്ട ഒരുപാട് പോലീസ് വിന്യാസം അവിടെയുണ്ട്. നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം ഒഴിപ്പിക്കൽ നടപടി. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ നടപടിയിൽ നിന്ന് പോലീസ് പിന്മാറാനുള്ള സാധ്യതയുണ്ടോ? പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ്? അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അക്ഷയ, ഇനിയിപ്പോൾ ഈ ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പിന്നോട്ട് മാറാനുള്ള സാധ്യതയില്ല. പല കടകളും ഇതിനകം തന്നെ സീല് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് 7 ദിവസത്തെ സമയം, ഈ കടകൾ സ്വമേധയാ ഒഴിഞ്ഞു കൊടുക്കുന്നതിന് 7 ദിവസത്തെ സമയം വേണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സബ് കളക്ടർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി ശാന്തൻപാറ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ആ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികളുള്ളത്. 7 ദിവസത്തിനകം സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തങ്ങൾ തയ്യാറാണ്. സാമാന്യമായിട്ടുള്ള ഒരു നീതി അല്ലെങ്കിൽ സാവകാശം തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതായിരുന്നു വ്യാപാരികളുടെ ആവശ്യം. പക്ഷേ റവന്യൂ വകുപ്പ് പറയുന്നത് വളരെ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണെന്നും ഏതാണ്ട് 60 ദിവസത്തിന് മുമ്പ് തന്നെ വില്ലേജ് ഓഫീസർ ഇത് സംബന്ധിച്ച് നോട്ടീസ് എല്ലാവർക്കും നൽകിയതാണെന്നും സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ സാവകാശം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇളവ് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പുള്ളത്. എന്തായാലും ഇപ്പോൾ വ്യാപാരികൾ പ്രതിഷേധിക്കുന്നു. കടകളിൽ നിന്ന് ഇറങ്ങരുത് എന്ന ഒരു നിർദ്ദേശം വ്യാപാരികൾ ഈ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കടകൾ നടത്തുന്ന വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സാധനം മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കടകൾ കൂട്ടുന്നതിന് വേണ്ടി റവന്യൂ സംഘം എത്തിയാൽ കടയിൽ നിന്ന് ഇറങ്ങി കൊടുക്കരുത് എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ശരി, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകുന്നത്. പൂപ്പാറയിൽ അനധികൃത കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്.